അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആ പേര് പോലെ തന്നെ ഒന്ന് കൂടുന്ന സമയത്ത് വേറൊരു വാല്യൂ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ, അതായത് ഇപ്പം നമ്മൾ ഷുഗർ വാങ്ങുന്നു എന്ന് വിചാരിക്കാം. ഷുഗർ അപ്പോൾ 1 kg ഷുഗറിന് 40 റുപ്പീസ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. ഒരു കിലോ ഷുഗർ വാങ്ങുമ്പോൾ അതിന് 40 റുപ്പീസ്. ഇനിയിപ്പോൾ എനിക്ക് 2 kg ഷുഗർ വേണം. അപ്പോൾ 2 kg ഷുഗറിന് എത്രയാവും? കോസ്റ്റ് എത്രയാവും? 80 റുപ്പീസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ കൂടിക്കൂടി വരുന്നു, അപ്പോൾ അതിൻ്റെ റേറ്റും കൂടിക്കൂടി വരുന്നു. ഇങ്ങനെയുള്ള പ്രൊപ്പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ 1 kg ആയപ്പോൾ 40 ആയി, 2 kg ആയപ്പോൾ 80 ആയി, 3 kg ആവുമ്പോൾ അവിടെ എന്താവും? 40. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ 120. അതുപോലെ 4 kg ആവുമ്പോൾ 160. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊപ്പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേ വാല്യൂ കൂടണം. ഇത് നമ്മളിപ്പോൾ എക്സ് എന്ന് എടുക്കുന്നു, ഇത് വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയുന്ന പേരാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾ പ്രൊപ്പോർഷൻ എന്നല്ലേ പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നോക്കുക. ഇത് റേഷ്യോ നോക്കുമ്പോൾ 1/40 ആണ് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ 2/80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2/80യും 1/40 തന്നെ. അതുപോലെ 3/120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 3നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/40 ആണ്. അതുപോലെ 4/160 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും 140 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അതായത് x/y ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ടേം തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടണം. ഇനി കുറയുകയാണെങ്കിൽ അതേപോലെ കുറയണം. ഇപ്പം നമ്മൾ ആദ്യം 4 kgക്ക് 160 റുപ്പി എന്ന് പറയുന്നു. 3 kg 3 കുറഞ്ഞപ്പോൾ റേറ്റും കുറയാണ് ഇവിടെ. അങ്ങനെയല്ല, അതിന് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടണം, കുറയുകയാണെങ്കിൽ കുറയണം. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ x/y ഈക്വൽ ടു കോൺസ്റ്റന്റ് നമുക്ക് സെയിം പ്രൊപ്പോർഷൻ ആയിട്ടാണ് കിട്ടുക. എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സെയിം ഇതിലാണ് വരിക. അപ്പോൾ ഇനി ഇതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ, അതായത് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ തന്നെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണം. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടി കുറച്ച് വർക്കേഴ്സ്, ഇപ്പോൾ 5 വർക്കർ ഒരു ജോലി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ദിവസം എടുക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതേ ജോലി നമ്മൾ വർക്കർ കൂട്ടുന്നു. 5 വർക്കേഴ്സിൻ്റെ പ്ലേസിൽ 10 വർക്കേഴ്സ് കൊടുക്കുകയാണെങ്കിൽ 5 ദിവസം എന്നുള്ളത് നമുക്ക് കുറഞ്ഞിട്ട് 2 ദിവസം 3 ദിവസം അങ്ങനെയാവും. അപ്പോൾ വർക്കേഴ്സ് കൂടുമ്പോൾ അവിടെ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം കുറയുന്നു. അങ്ങനെയുള്ള ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാര്യമായിട്ട് അറിയേണ്ടത് ഇതാണ്. ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടുകയാണെങ്കിൽ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയുകയാണെങ്കിൽ അതിന് നമുക്ക് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, അപ്പോൾ ആ വെഹിക്കിളിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈം, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം, ഇപ്പം നമ്മൾ പറയുന്നത് 2 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തുക. അപ്പോൾ ആ വാഹനത്തിന് നമ്മൾ സ്പീഡ് കൂട്ടി, അതെ ഒരു യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സ്പീഡ് കൂട്ടുവാണെങ്കിൽ നമുക്ക് ആ 2 മണിക്കൂറിനേക്കാളും മുന്നേ എത്തും. അപ്പോൾ അവിടെ സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആയിക്കോളും. The cost of 5 meters of a particular quality of cloth is ₹210 എന്ന് തന്നിട്ടുണ്ട്. Tabulate the cost of 2 meter, 4 meter, 10 meter and 30 meters of the cloth of the same type. സെയിം ടൈപ്പിലുള്ള ആ ക്ലോത്തിൻ്റെ 2 മീറ്ററിന് എത്ര റേറ്റ് വരും, 4 മീറ്ററിന് എത്ര വരും, 10 മീറ്ററിന് എത്ര, 13 മീറ്റേഴ്സിന് എത്ര, ഇങ്ങനെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോത്തിൻ്റെ കേസ് ആയതുകൊണ്ട് ക്ലോത്തിന് 1 മീറ്ററിന് ഇപ്പോൾ ഇവിടെ 5 മീറ്ററിന് 210 റുപ്പീസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5ൽ നിന്ന് നമ്മൾ 13 മീറ്റർ നമുക്ക് അല്ലെങ്കിൽ 10 മീറ്റർ ആണ് വേണ്ടതെങ്കിൽ എന്തായാലും എന്തായിരിക്കും അതിൻ്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുക.
അപ്പോൾ ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടുവാണെങ്കിൽ നമുക്ക് ഇത് എന്ത് പ്രൊപ്പോർഷൻ ആണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് കൂടുമ്പോൾ അടുത്തത് കൂടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ x/y ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ x എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ഓഫ് ക്ലോത്ത് ആയിട്ട് എടുക്കുന്നു, y എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര മീറ്റേഴ്സിൻ്റെ ഒക്കെയാണ് കാണുന്നത്? 2 മീറ്റേഴ്സിന് കാണണം, അതുപോലെ 4 മീറ്റേഴ്സ്, 10 മീറ്റർ, 13 മീറ്റേഴ്സ്, ഇത്രയും മീറ്റേഴ്സിനുള്ള റേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ നിങ്ങൾക്ക് 5 മീറ്ററിൻ്റെത് തന്നിട്ടുണ്ട്. 5 മീറ്ററിന് എത്ര റുപ്പീസാണ്? 210 റുപ്പീസാണ്. ഇവിടെ 10 മീറ്ററിന് എത്രയാണെന്നുള്ളത് കാണണം, 13 മീറ്ററിന് എത്രയാണെന്നുള്ളത് കാണണം. അപ്പോൾ നമുക്കിവിടെ അറിയില്ല, കോസ്റ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം 2 മീറ്ററിന് എത്രയാണെന്ന് അറിയില്ല, അത് നമ്മൾ y1 എന്ന് കൊടുത്തു. 4 മീറ്ററിന് എത്രയാണെന്ന് അറിയില്ല, അത് y2 എന്ന് കൊടുത്തു. പിന്നെ y3 ആണ് ഇവിടെ ഉള്ളത്, ഇത് y4, ഇത് y5. അപ്പോൾ നമുക്കറിയുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഇവിടെ x/y എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് തന്നിട്ടുള്ളത്, 5/210. അപ്പോൾ ഇതിന് ഒരു റേഷ്യോ ഉണ്ട്, ആ റേഷ്യോ തന്നെയാണ് ബാക്കിയുള്ളതിനും നമുക്ക് ഉണ്ടാവുക. 5/210 എത്രയാണോ അത് തന്നെയാണ് 2/y1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം ഈ ഫോർമുല? x1/y1 ഈക്വൽ ടു x2/y2. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ x1/y1 എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെയായിരിക്കും x2/y2. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം 5/210 ഈക്വൽ ടു, നമുക്കിവിടെ y1 ആണ് കാണുന്നത്, 2/y1. അപ്പൊ ഇതിൽ 2/y1 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 × y1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? 5y1 ഈക്വൽ ടു, ഇതിനെ രണ്ടും ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ. അപ്പൊ 2 × 210 എന്ന് വന്നു. അവിടെ y1 ആണ് കാണേണ്ടത്. y1 ഈക്വൽ ടു 2 × 210 ഡിവൈഡ് ബൈ 5. ഇനി ഇതിനെ ഷോർട്ട് ആക്കണം. ഇപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഒരു 0യിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 കൊണ്ട് ഡിവൈഡ്, 5 4s are 20, 10 അപ്പോൾ 42. 42 × 2 എന്ന് പറയുന്നത് 84. അപ്പോൾ y1 എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്ററിന് എത്ര റേറ്റ്? 84 റുപ്പീസ് ആണ്. ഇനി അടുത്തത് എക്സസൈസ് 13.1 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് following are the car parking charges near a railway station up to 4 hoursന് ₹60 ആണ്, 8 hoursന് ₹100, 12 hoursന് ₹140, 24 hoursന് ₹180. Check if the parking charges are in direct proportion to the parking time. അപ്പോൾ ഇത് രണ്ടും നമുക്ക്, ഇത് എക്സ് ഇത് വൈ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ റേഷ്യോ 4/60 തന്നെ കിട്ടണം നമുക്ക് 8/100. അപ്പോൾ അതിൻ്റെ റേഷ്യോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സെയിം റേഷ്യോയിലാണ് വരുന്നതെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ പറയും. ഇപ്പോൾ ഇവിടെ 4/60 x/y ഈക്വൽ ടു കോൺസ്റ്റന്റ്, നമുക്ക് ഒരു സെയിം റേഷ്യോയിൽ കിട്ടിയാൽ മാത്രമേ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആവുള്ളൂ. അപ്പോൾ 4/60 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/20 ആണ് വരിക. അടുത്തത് നമുക്ക് 1/15 തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ കഴിയുള്ളൂ? ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ 8/100 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2/25 ആണ് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല. ബാക്കിയുള്ളത് നമുക്ക് ചെയ്ത് കാണിക്കാം. 12/140 എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 6/70 വരും. പിന്നെയും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3/, ഇവിടെ ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 2s are 6, 35 വരും. അപ്പോൾ 3/35 ആണ് വരുന്നത്. അടുത്തത് 12/140 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. 24/180 എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എത്ര? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യല്ല. 6 4s are 24, 30. അപ്പോൾ 2/15 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല എന്നുള്ളത് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ എ മിക്സ്ചർ ഓഫ് പെയിന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് 1 part of red pigments with 8 parts of base ആണ്.
അപ്പോൾ 1 പാർട്ട് റെഡ് പിഗ്മെന്റിന് 8 പാർട്സ് ഓഫ് ബേസ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇൻ ദ ഫോളോയിങ് ടേബിൾ ഫൈൻഡ് ദ പാർട്സ് ഓഫ് ബേസ് ദാറ്റ് നീഡ് ടു ബി ആഡഡ്. അപ്പോൾ എത്ര ആഡ് ചെയ്യണം എന്നുള്ളത് കാണണം. 1 പാർട്ടിന് 8 ആണെങ്കിൽ പാർട്ട് കൂടുന്നതിനനുസരിച്ച് എന്തായാലും ബേസ് കൂടുകയാണ് ചെയ്യുക. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഇതിപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ്റെ എക്സസൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫോർമുല യൂസ് ചെയ്യുക. ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് x/y കോൺസ്റ്റന്റ്, അതായത് x1/y1 ഈക്വൽ ടു x2/y2 ആണ്. ഇവിടെ നമുക്ക് 1 പാർട്ടിന് 8 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1/8 ഈക്വൽ ടു 4/y2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. y2 ഈക്വൽ ടു 8 × 4 എന്ന് പറയുന്നത് 32. അപ്പോൾ ഇവിടെ നമുക്ക് y2 4 പാർട്ടിന് എത്രയാണ് 32 ആണ് ബേസ് വേണ്ടത്. അടുത്തത് നമുക്ക് 1/8 ഈക്വൽ ടു എന്ത് ചെയ്യുക 7/y3 അപ്പോൾ y3 ഈക്വൽ ടു 7 × 8 56. അപ്പോൾ y3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി 56 എന്ന് കിട്ടി. അടുത്തത് 1/8 ഈക്വൽ ടു 12/y4. 1/8 ഈക്വൽ ടു 12/y4. അപ്പോൾ y4 ഈക്വൽ ടു 12 × 8. 12 × 8 എന്ന് പറഞ്ഞാൽ 61, 96. അപ്പോൾ y4 എന്ന് പറയുന്നത് എത്രയാണ് 96 എന്ന് കിട്ടി. അടുത്തത് 1/8 ഈക്വൽ ടു 20/y5. അപ്പോൾ y5 ഈക്വൽ ടു 20 × 8 ഇസ് ഈക്വൽ ടു 160. അപ്പോൾ y5 എന്ന് പറയുന്നത് 160. അപ്പോൾ അങ്ങനെ 4ന് നമുക്ക് എത്രയാണ് 32, 7 ആവുമ്പോൾ 56 വന്നു, 12 ആവുമ്പോൾ 96, 20 ആവുമ്പോൾ 160. അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ക്വസ്റ്റ്യൻ 2 above if one part of a red pigment requires 75 ml of base. 1 പാർട്ടിന് 75 ml ആണ് ബേസ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് റെഡ് പിഗ്മെന്റ് ഷുഡ് ബി മിക്സ് വിത്ത്. ഇവിടെ 1800 ml നമ്മൾ എത്ര റെഡ് പിഗ്മെന്റ് മിക്സ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ x1 ആണ് അവിടെ കാണുന്നത്. 1 പാർട്ടിന് 75 ml ആണെങ്കിൽ എത്ര പാർട്ടിന്, അതായത് 1800 ml എത്ര റെഡ് പിഗ്മെന്റ് വേണം. അപ്പോൾ ഇതും അതേ തന്നെയാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. x1/y1 ഈക്വൽ ടു x2/y2. ഇവിടെ നമുക്ക് 1/75 ഈക്വൽ ടു x1/1800 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 1800 ഈക്വൽ ടു x1 × 75 എന്ന് വരും. നമുക്ക് എന്താണ് കാണേണ്ടത്, റെഡ് പിഗ്മെന്റ് ആണ് ഇവിടെ കാണേണ്ടത്. x1 ഈക്വൽ ടു 1 × 1800 ഡിവൈഡ് ബൈ 75. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 5 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് പോവാം, ഇല്ലെങ്കിൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 25ൽ 5, ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 5 3s are 15, 36, 6 5s are 30, ഈ ഒരു 0 ഉണ്ട്, 360 എന്ന് വന്നു. അടുത്തത് നമുക്ക് ഇതിനെ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം, ഇതിനെ 3 കൊണ്ട്, ഇത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും, കാരണം 0ൽ അവസാനിക്കുന്ന നമ്പറാണ്, ഇവിടെ 5ൽ അവസാനിക്കുന്ന നമ്പറാണ്. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 വന്നു. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 7 5s are 35, റിമൈൻഡർ 1, 10ൽ 2 times 72/3 ആണ് വരുന്നത്. 72/3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ആവും തോന്നുന്നു, 2. അപ്പോൾ ഇത് 3 കൊണ്ട് ക്യാൻസലായി. 3 കൊണ്ട് ക്യാൻസൽ ആകുമ്പോൾ 2 12ൽ 4 24. അപ്പോൾ 24 ആണ്. x1 എന്ന് പറയുന്നത് 24. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ 1800ന് 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ x1 ഈക്വൽ ടു 24 എന്ന് കിട്ടും. അടുത്തത്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മെഷീൻ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് ഫാക്ടറി ഫിൽസ് 840 ബോട്ടിൽസ് ഇൻ 6 hours. അപ്പോൾ 840 ബോട്ടിലാണ് 6 hours ഫിൽ ചെയ്യുന്നെങ്കിൽ ഹൗ മെനി ബോട്ടിൽസ് വിൽ ഇറ്റ് ഫിൽ ഇൻ 5 hours. ഇതും നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ തന്നെയാണ്. അതായത് 6 hours 840 ബോട്ടിൽസ് ഫിൽ ചെയ്യുക, 5 hours അതിനേക്കാളും കുറവായിരിക്കും ഫിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ബോട്ടിൽസ്
നമ്പർ ഓഫ് ബോട്ടിൽസ് ഫിൽഡും ഇവിടെ ടൈമുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ. എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 840 ബോട്ടിൽസ് 6 അവേഴ്സിൽ ഫിൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 5 അവേഴ്സിൽ എത്ര ബോട്ടിൽ ഫിൽ ചെയ്യും എന്നുള്ളതാണ് കാണേണ്ടത്. x2. അപ്പോൾ എങ്ങനെ കാണാം? നമുക്ക് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് x1/y1 = x2/y2. അപ്പോൾ 840/6 = x2/5. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 840 × 5 = x2 × 6. നമുക്ക് എന്താണ് കാണേണ്ടത്? x2 = 840 × 5 / 6 ആണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഡിവൈഡ് ആവുമോ നോക്കാം ആദ്യം. 1 24ൽ 6 4s are 24, 140. അപ്പോൾ 140 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എത്ര വരുന്നത്? 700. അപ്പോൾ 700 ബോട്ടിൽസ് ആണ് 5 അവേഴ്സിൽ ഫിൽ ചെയ്യുന്നത്. 700 bottles. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ 5th question. A photograph of a bacteria is enlarged 50,000 times, attains a length of 5 cm. What is the actual length of the bacteria? ഈ photograph is enlarged 20,000 times. What would be its enlarged length ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം ഇവിടെ ഇത് എങ്ങനെയാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വരുന്നത്. നമ്മൾ എത്ര ടൈം എൻലാർജ് ചെയ്യുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും. ഇവിടെ 50,000 ടൈംസ് എൻലാർജ് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് 20,000 ടൈംസ് എൻലാർജ് ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പോൾ കുറവായിട്ടാണ് കിട്ടേണ്ടത്. ഇതിനേക്കാളും 5 സെൻറ്റിമീറ്ററിനേക്കാളും കുറവായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആവുന്നത്. നമ്മൾ എത്ര ടൈംസ് എൻലാർജ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ കുറയുമ്പോൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. പക്ഷെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ. അപ്പോൾ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു അവിടെ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. എത്ര ടൈം എൻലാർജ് ചെയ്തപ്പോൾ? 50,000 ടൈംസ് എൻലാർജ് ചെയ്തപ്പോൾ അതിന്റെ ലെങ്ത് നമുക്ക് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ എന്ന് പറയുന്നത് 5/50,000. 5/50,000 എന്ന് പറഞ്ഞാൽ 1/10,000 ആയി. 1/10,000 നമുക്ക് എങ്ങനെ എഴുതാം? എത്ര സീറോ ഉണ്ട്? 1 2 3 4. നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൽ പഠിച്ചു അല്ലേ? 4 zeros 10⁻⁴ ആണ്. 10⁻⁴ മുകളിൽ പോകുമ്പോൾ 10⁻⁻⁴. അപ്പോൾ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ എന്ന് പറയുന്നത് 10⁻⁻⁴ ആണ്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? അതിൽ 20,000 ടൈംസ് എൻലാർജ് ചെയ്തപ്പോൾ അതിൻ്റെ എൻലാർജഡ് ലെങ്ത് എത്രയാണെന്ന് കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 50,000 ടൈംസ് എൻലാർജ് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. 20,000 ടൈംസ് എൻലാർജ് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y2 ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 50,000 ഇൻറ്റു y2 ഈക്വൽ ടു 20,000 ഇൻറ്റു 5 വരും. അപ്പോൾ y2 ഈക്വൽ ടു 20,000 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 50,000. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള 4 സീറോ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആവും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എല്ലാവരും ലെങ്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അതിൽ നിങ്ങൾ എത്രയോ ഓർമ്മക്കൊണ്ട് ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടുന്നു, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ അടുത്തതും കുറയുകയാണ്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുക. അപ്പോൾ x/y എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ എക്സസൈസിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.